ഇത് നമുക്ക് എഗ് ബോക്സ് പൊറാത്ത ഉണ്ടാക്കാൻ തേനി നോക്കാം. ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് മയോനൈസും വെക്കുന്നുണ്ട്. പിന്നെ മുട്ടയും കൊണ്ടുള്ള ഒരു മസാലയാണ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ മെയിൻ ആയിട്ട് വെക്കുന്നത്. ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ ഇത് പരത്തിയിട്ട് എടുക്കുമ്പോൾ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കുന്നത്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മൈദപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയിൽ എടുക്കുക. അപ്പോൾ അത് എടുക്കണേന് അതിന് കറക്റ്റായിട്ട് ഒരു അളവില്ല. ഞാനിതിപ്പോൾ ഇവിടെ ഒരു 2.5 കപ്പിൻ്റെ അടുത്ത് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് എടുക്കണ പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ മൈദപ്പൊടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചിട്ടെടുക്കുക. ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ ഫില്ലിങ്ങാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഫില്ലിങ് വെക്കാം. അപ്പോൾ മുട്ടയുടെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സവോള, ചെറിയ സവോളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 സവോള എടുക്കുക. സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. പിന്നെ പച്ചമുളക്, ഞാനിവിടെ ഇതേപോലത്തെ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും വേണം, മല്ലിപ്പൊടിയും വേണം, മുളകിൻ്റെ പൊടിയും വേണം, ഗരം മസാലയും വേണം. പിന്നെ ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഇതിലേക്ക് ഒരുപാട് ചേർക്കില്ല. ചെറുതായിട്ട് ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ തക്കാളി ചേർക്കുള്ളൂ. അത് ഞാൻ ചേർക്കുന്ന സമയത്ത് ഞാൻ പറയാം. കാരണം കുറേ തക്കാളി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാല കുറച്ച് ഇങ്ങനെ ഗ്രേവി പോലെ ആവുമല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിൻ്റെ മസാല നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. ഞാനിതിലേക്ക് തക്കാളി ചേർക്കുന്നത് ഒരു ചെറുതായിട്ടൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് തക്കാളി ചേർക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രം തക്കാളി ചേർത്താൽ മതി. പിന്നെ ഞാനിവിടെ മയോനൈസ് എടുത്തിട്ടുണ്ട്. ഈ മയോനൈസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ മുട്ടയ്ക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്താണ് ഈ മയോനൈസ് ചേർക്കുക. പിന്നെ അത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് 4 സൈഡ് നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ മൈദപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസും വേണം, മുട്ടയും വേണം. ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗോതമ്പ് പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ വെള്ളം ചേർത്തിട്ട് ഈ പൊടി കുഴച്ചെടുക്കുക. ഇത് ശരിക്കും ഞാനിവിടെ എടുത്തേക്കണ ഗോതമ്പ് പൊടി ഇതൊരു 100% ഗോതമ്പ് പൊടി തന്നെയാണ്. ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ഇന്ത്യൻ കടയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആട്ടാന്ന് പറഞ്ഞ് കിട്ടണത് അത് ശരിക്കും ഗോതമ്പ് പൊടി ആയിരിക്കില്ല. ഇത് ഞാനിവിടെ ഒരു അമേരിക്കൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പൊടിയുടെ കളർ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു ഡാർക്ക് ഒരു സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ഗോതമ്പ് പൊടിയുടെ കളറല്ല, നല്ലൊരു ഡാർക്ക് കളറാണ്. പിന്നെ പൊടിക്കായിരുന്നാലും ഭയങ്കര കട്ടിയാണ്. സാധാരണ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കണ ഏത് പൊടിയായിരുന്നാലും കുഴപ്പമില്ല. ഇവിടെ ഇതേപോലെ നല്ല ഗോതമ്പ് പൊടി ഇവിടെ ഷോപ്പ് റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല വോൾ വീറ്റിൻ്റെ പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നീക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ചേർക്കാം. ഞാനിവിടെ പച്ചമുളക് 2ആയിട്ട് കീറിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ സവോള വഴന്നിട്ടുണ്ട്. സവോള ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് അതനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഫസ്റ്റ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഓയിൽ കുറവ് പോലെ തോന്നണുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് ഓയിൽ ചേർക്കണം. കാരണം സവോളയ്ക്കും കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ ഓയിലായിരുന്നാലും കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് എന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇത് നന്നായിട്ട് കുറച്ച് വയ്ക്കാം.
മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഇതേപോലെ ഇങ്ങനെ സവോള വഴറ്റിയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ടല്ലോ. സാധാരണ ഇതേപോലെ ഇങ്ങനെ സവോള ഇതേപോലെ ഇങ്ങനെ വഴറ്റിയിട്ട് മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ മല്ലിപ്പൊടി ചേർക്കുമ്പോഴായിരുന്നാലും അത് മൊരിയാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മല്ലിപ്പൊടി നമുക്ക് ശരിക്കും മൊരിഞ്ഞിട്ടില്ല. ഇപ്പോൾ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഇതിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കുക. മുളകിൻ്റെ പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കണ മുളകിൻ്റെ പൊടിക്ക് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞാൻ ഇതിന് മുമ്പ് എടുത്തിരുന്ന മുളക് പൊടിക്ക്, ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ചെയ്തിരുന്ന മുളക് പൊടിക്ക് അത്രയ്ക്ക് എരിവുണ്ടായിരുന്നില്ല. ഈ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. അറിയാം, മുളക് പൊടി നമുക്കറിയാമല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മുളക് പൊടിക്ക് എന്തോരം എരിവുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കുക. അപ്പം ഞാനിവിടെ തീ ഏറ്റവും കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. എന്നാൽ മാത്രമേ ഈ മസാലപ്പൊടികളൊക്കെയും ഈ സവോളയുടെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മുരിക്കുള്ളൂ. തീ അങ്ങോട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, ഇതിലേക്ക് അങ്ങോട്ട് പുക കയറുകയും ചെയ്യും, ഇതെല്ലാം അങ്ങോട്ട് കരിഞ്ഞ പോലെ വരികയും ചെയ്യും. എല്ലാ മസാലപ്പൊടികളും ഞാൻ കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തക്കാളി ചേർക്കാൻ വേണ്ടിയിട്ട് പോവാം. ഞാനിവിടെ ഇതേപോലെ ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് ചേർക്കുന്നത്. കാരണം ഒരുപാട് തക്കാളി ചേർക്കണ്ട. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന ചെറിയ ടൈപ്പ് തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി അല്ലെങ്കിൽ ഒരു തക്കാളിയുടെ 3/4 ഭാഗം ചേർക്കാം. ഇതിലേക്ക് ഗരം മസാല ചേർക്കുക. ഗരം മസാല നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചാണ് വെച്ചേക്കുന്നത്. ഇനി ഒരു 5 മിനിറ്റ് തീ നന്നായിട്ട് കുറച്ച് തന്നെ വെച്ചിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഈ തക്കാളി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടും. തീ കൂട്ടി വയ്ക്കരുത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. ഗരം മസാല കുറച്ചും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരം മസാലയും ചേർക്കുക. അപ്പോൾ ഗരം മസാല ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. കാരണം ഗരം മസാല അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഓയിലിൽ കിടന്ന് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്തേക്കണ മുട്ട ചേർക്കുക. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് നമ്മൾ ഇതേപോലെ ഫില്ലിങ് വെച്ചിട്ട് എന്ത് സാധനം ചെയ്യുമ്പോഴായിരുന്നാലും ചൂടാറണം. അല്ലെങ്കിൽ നമ്മൾ ചൂടോട് കൂടിയിട്ട് ഇപ്പോൾ ഗോതമ്പ് പൊടിയുടെ ഉള്ളിൽ നമ്മൾ ഇത് ഫില്ല് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈർപ്പ് ഇരുന്നിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത് ചൂടാറിയിട്ട് വേണം ഈ ഫില്ലിങ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിങ്ങിനുള്ള മുട്ടയുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂട് മാറിയിട്ടുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ തന്നെ ഇവിടെ ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളയാക്കിയിട്ട് നല്ല കനം കുറച്ചിട്ട്, എന്തോരം കനം കുറച്ചിട്ട് പരത്താമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. ഞാനിതിവിടെ പരത്താൻ പോണതിന് മുമ്പ് ഇത് ഞാനൊന്ന് ഓയിലൊന്ന് മുക്കിയിട്ടാണ് പരത്തുന്നത്. കാരണം ഈ ഗോതമ്പ് പൊടിക്ക് അല്ലെങ്കിൽ തന്നെ നല്ല കനാണ്. അപ്പോൾ ഇത് കുറച്ച് ഓയിൽ ഒന്ന് തേച്ചിട്ട് പരത്തുമ്പോഴായിരിക്കും നല്ല കനം കുറഞ്ഞിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ മൈദപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓയിൽ ഒന്ന് തൂത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതല്ലെങ്കിൽ ശരിക്കും അങ്ങോട്ട് നല്ല കനം കുറച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇത് ഞാനിവിടെ ഇങ്ങനെ കൗണ്ടർ ടോപ്പ് ഇട്ടിട്ടാണ് പരത്തിയിട്ട് എടുക്കുന്നത്. കാരണം എനിക്ക് കൗണ്ടർ ടോപ്പ് ഇട്ട് പരത്തുന്നതാ കുറച്ചും കൂടി നല്ല ഈസി ആയിട്ടിരിക്കാം. പിന്നെ മുകളിൽ ഞാൻ ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ പരത്തുമ്പോൾ നമ്മളങ്ങനെ ചപ്പാത്തിയുടെ ഷേപ്പിൽ തന്നെ റൗണ്ടായിട്ട് അങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല. ഇതേപോലെ കുറച്ച് നീളത്തിലും പിന്നെ കുറച്ച് വീതിയിലും ഒന്ന് പരത്തിയിട്ട് എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ 2 പീസായിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കും. ഞാനിതിവിടെ ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് നമുക്ക് രണ്ടാമത് ഇനി കുഴച്ചിട്ട് എടുക്കുമ്പോൾ എടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഒന്ന് നല്ല ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം.
ഇതേപോലെ ഇങ്ങനെ ഇത്രയ്ക്ക് വലിപ്പത്തിൽ ഇതേപോലെ ഒരു പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 2 പീസായിട്ട് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ 2 പീസായിട്ട് കിട്ടും. ഇതിനകത്ത് ഇങ്ങനെ ഓരോ പീസായിട്ട് എടുക്കുക. ഇത് ഞാനിപ്പോൾ ഇവിടെ നല്ല കനം കുറച്ചിട്ട്, ഇത് നല്ല പേപ്പർ പോലെയാണ് ഞാനിവിടെ പരത്തിയെടുത്തേക്കുന്നത്. ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരുന്നാലും നമുക്ക് ശരിക്കും അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നല്ല കനം കുറഞ്ഞ ഒരു ഷീറ്റായിട്ട് പരത്തിയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി എന്തെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീസ് ഇതേപോലെ നീളത്തിൽ വയ്ക്കുക. അടുത്ത പീസ് ഇതിനെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കുക. ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വയ്ക്കുക. ഇതേപോലെ ഒന്ന് വലിച്ചിട്ട് വയ്ക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഇനി ഇവിടെ മസാല വയ്ക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ മയോനൈസിന് തേക്കാൻ വേണ്ടിയിട്ട് പോണത്. അതിങ്ങനെ ഈ സെൻറ്ററിൽ മാത്രമായിട്ട് ഇവിടെ ഈ 4 പീസിൻ്റെയും ഈ അറ്റത്തേക്ക് പോരുത്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മാത്രം വയ്ക്കുക. നമുക്കിപ്പോൾ എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ മുട്ടയുടെ മസാല വയ്ക്കാം. ഞാനിവിടെ കുറച്ച് മസാലയും വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് മസാല വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മുട്ട വെച്ച് കൊടുത്താലും മതി. അത് കുറച്ചും കൂടി മസാല വേണം, കുറച്ചും കൂടി മസാല വെച്ച് കൊടുക്കുക. ഈ മുട്ട ഇതേപോലെ ഇങ്ങനെ കമത്തിയിട്ട് വയ്ക്കുക. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇത് ഏറ്റവും ആദ്യം ഇതേപോലെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഈ സൈഡ് എടുത്തിട്ട് ഇനി ഇപ്പോൾ ഒരു സൈഡ് നമ്മളിങ്ങനെ കവർ ചെയ്ത് ഇങ്ങോട്ടേക്ക് വെച്ചല്ലോ. ഈ സൈഡ് നമ്മൾ ഇങ്ങോട്ടേക്ക് കവർ ചെയ്ത് വെക്കുമ്പോൾ നമ്മളിവിടെ മൈദപ്പൊടി ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ നല്ല തിക്ക് പേസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത് വെക്കണത് ഇതേപോലെ മൈദപ്പൊടി വെച്ചിട്ട് ഈ സൈഡിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യും. ഇവിടെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡായിരുന്നാലും ഇതേപോലെ ഇങ്ങോട്ടേക്ക് വയ്ക്കാം. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇതേപോലെ കുറച്ച് മൈദപ്പൊടി ഒന്ന് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യുക. മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ പതുക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതേപോലെ കിട്ടും. അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോണതിന് മുമ്പ് ഞാനിവിടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മുട്ടയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാല വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടോട് കൂടിയിട്ട് മസാല വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോൾ ഏറ്റാദ്യം ഇതേപോലെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈർപ്പ് ഇരുന്നിട്ട് ഇതിൻ്റെ ഈ അടിഭാഗമൊക്കെ അങ്ങോട്ട് പൊട്ടി പോയിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാനും ഇതേപോലെ തന്നെ പരത്തിയിട്ടെടുക്കുക. അപ്പോൾ ഇതെല്ലാനും ഇതേപോലെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മസാലയ്ക്ക് ഇപ്പോൾ ഒരു 4 മുട്ടയാകുമ്പോൾ ഒരു മുട്ട തന്നെ 2ആയിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 8 പീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലത്തെ ഒരു 8 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് പൊടിയാണ് ഇതിലേക്ക് ആവശ്യം വന്നിരിക്കുന്നത്. ഇത്രയ്ക്ക് മാവ് ബാക്കിയുണ്ട്. അപ്പോൾ ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് മസാലയും കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു 8 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ട നന്നായിട്ട് ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്.
ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ഇതേപോലെ മുട്ടയിലൊന്നിട്ടാ, ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അപ്പം തന്നെ ഇട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. ഈ മുട്ടയിൽ മുക്കിയ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇടണ്ട, മറ്റേ കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ബ്രെഡ് ക്രംസ് ഇതേപോലെ എല്ലായിടത്തും വെച്ച് കൊടുക്കുക. അപ്പോൾ 2 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ച് കൂടുതൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ അങ്ങനെ എടുക്കുക. ഈ ബ്രെഡ് ക്രംസ് ഇതിൻ്റെ എല്ലായിടത്തും ആവണം. എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇതേപോലെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇങ്ങനെ മുട്ടയിലും പിന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കിയിട്ടെടുക്കുക. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഓരോന്ന് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇനി തീ പതുക്കൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് 2 സൈഡും മൊരിയിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മോൾ ഭാഗം മാത്രമേ നമുക്ക് ശരിക്കും മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതിട്ട് വയ്ക്കേണ്ട, തീ കുറച്ച് വയ്ക്കേണ്ട. ഒരു സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കാം. അപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് വേണം ഇത് മൊരിയിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് പതുക്കൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിടുക. അതുകഴിഞ്ഞിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് മൊരിയിച്ചിട്ട് എടുക്കുക. ഒരു സൈഡ് തന്നെ നന്നായിട്ട് മൊരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. പിന്നെ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുകയും ചെയ്യരുത്. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇതിന് നന്നായിട്ട് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്തെടുക്കും. അപ്പോൾ ഇതെല്ലാവരും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ ചെറിയ ചൂടോടുകൂടിയിട്ട് കഴിക്കുക. നിങ്ങൾ പരത്തിയിട്ട് എടുക്കുമ്പോഴായിരുന്നാലും എന്തോരം കനം കുറച്ചിട്ട് പരത്താമോ അത്രയ്ക്കും കനം കുറച്ചിട്ട് പരത്തണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ മുട്ടയും പിന്നെ ഇതിൻ്റെ അടിയിൽ ഈ മസാലയും പിന്നെ ഈ മയനൈസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ പരത്തിയിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും കനമില്ലാണ്ട് എന്തോരം കനം കുറച്ചിട്ട് പരത്താമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്താം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലെയർ പോലെ ഇരിക്കും. Yeah.